അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ മെറ്റാമാസ്ക് ഉപയോഗിച്ചിട്ട് യുബിറ്റിൻ്റെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്ത് അവിടെ എങ്ങനെ സ്റ്റേക്ക് ചെയ്യാം എന്ന് നോക്കാം. യുബിറ്റിൻ്റെ വെബ്സൈറ്റ് സ്റ്റേക്ക് ചെയ്യുന്ന വഴി നമ്മുടെ എല്ലാ യൂണിറ്റി മെറ്റയുടെ പ്രൊജക്റ്റിലേക്കും തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും കൂടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊന്ന് മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യാം. ഒരു വ്യക്തി മെറ്റാമാസ്ക് ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നിങ്ങളുടെ വിൻഡോ കാണുക. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മേലെ കാണാം ഇവിടുത്തെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് എത്തേറിയമാണ്. നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ യുബിറ്റ് കോയിൻ സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ യുബിറ്റ് കോയിൻ്റെ തന്നെ ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള യുബിറ്റ് സ്കാൻ വഴിയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഇവിടെ ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നോർമലി നമുക്ക് ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ ആഡ് നെറ്റ്വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റം നെറ്റ്വർക്കിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുവലായി ആഡ് ചെയ്യാം. പക്ഷേ ഇതിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഓപ്ഷൻ ഇപ്രകാരമാണ്. നിങ്ങളുടെ ഈ കാണുന്ന വെബ് പേജിൽ ഏറ്റവും താഴെ 4ാമത്തെ ഓപ്ഷൻ, അതായത് ബ്രൗസർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ മെറ്റാമാസ്കിൻ്റെ ഹോം പേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് അതിൻ്റെ URL അടിക്കാൻ ഉള്ള ഓപ്ഷൻ ഏറ്റവും ടോപ്പിലാണ്. സെർച്ച് ഓർ ടൈപ്പ് URL അവിടെയല്ല വേണ്ടത്, ഏറ്റവും മേലെ. ഓക്കെ, home.metamask.io അവിടെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ വന്നിരിക്കുന്ന അവിടെ ഇൻറ്റു മാർക്ക് അടിച്ചതിന് ശേഷം യുബിറ്റ്സ്കാൻ.io എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ യുബിറ്റ്സ്കാൻ്റെ ബ്ലോക്ക് ചെയിൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആഡ് യുബിറ്റ് സ്മാർട്ട് ചെയിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നു. ഇത്രാവശ്യം മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു കൺഫേം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൺഫേം ചെയ്തു. ഇപ്പോൾ ഇവിടെ ന്യൂ നെറ്റ്വർക്ക് ആഡ് സ്വിച്ച് നെറ്റ്വർക്ക് ഓപ്ഷൻ ഉണ്ട്. ഞാൻ സ്വിച്ച് നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? യുബിറ്റ് സ്മാർട്ട് ചെയിൻ നൗ ആക്റ്റീവ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ബ്ലോക്ക് ചെയിൻ യുബിറ്റിൻ്റെ ബ്ലോക്ക് ചെയിനിലേക്ക് മാറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബ്ലോക്ക് ചെയിൻ്റെ പേരാണ് യുബിറ്റ് സ്മാർട്ട് ചെയിൻ. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും യുബിറ്റ് സ്മാർട്ട് ചെയിൻ. ഓക്കെ, ഇനി നമുക്ക് ID ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി വീണ്ടും നിങ്ങൾ അടിച്ച ആ URLൻ്റെ ഏറ്റവും ടോപ്പിൽ വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുക. അത് ഇൻറ്റു മാർക്ക് അടിക്കുക. അതിനുശേഷം UBit.UnityMeta.io എന്ന് പറഞ്ഞ് സ്പേസ് ഇല്ലാതെ അടിക്കാം. UBit.UnityMeta.io എന്ന് പറഞ്ഞ് സ്പേസ് ഇല്ലാതെ അടിച്ചിട്ട് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു കണക്റ്റ് ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും കണക്റ്റ് കൊടുക്കണം. അങ്ങനെ കണക്റ്റ് കൊടുത്താൽ മാത്രമേ ഈ വാലറ്റ് അഡ്രസ്സ് അവിടെ ക്യാപ്ചർ ആവുകയുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ പേജിലാണുള്ളത്. ഇതിൻ്റെ താഴെ യു ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് രജിസ്റ്റർ, അത് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ വിൻഡോയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഓരോരോ ഡീറ്റെയിൽസ് ആയിട്ട് ഫില്ല് ചെയ്യുക. അതിൽ ആദ്യത്തെ റെഫറൽ ID, ദാറ്റ് മീൻസ് ഏത് വ്യക്തിയാണോ നിങ്ങളെ ഈ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ വ്യക്തിയുടെ റെഫറൽ കോഡാണ് നിങ്ങൾ അടിക്കേണ്ടത്. അതുകൊണ്ട് കോഡ് അടിക്കുന്നു. ഇനി റെഫറൽ നെയിം തന്നെ വരും. അടുത്ത് നിങ്ങളുടെ ഫുൾ നെയിം അടിക്കുക. ID പ്രൂഫിൽ എങ്ങനെയാണോ അത് പ്രകാരം അടിക്കുക. നിങ്ങൾ ഇമെയിൽ ID അടിക്കുക. ഓക്കെ, ഇനി ലോഗിൻ ID ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യൂസർ ID, ഈ ID വെച്ചിട്ടായിരിക്കും എപ്പോഴും നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം പാസ്വേഡ് അടിക്കുക. ലോഗിൻ പാസ്വേഡ് കൊടുക്കുമ്പോൾ മിനിമം 6 അക്ഷരമെങ്കിലും വേണം. അതുപോലെ തന്നെ ഒരു സ്മോൾ ലെറ്റർ, ഒരു ക്യാപിറ്റൽ ലെറ്റർ, അതുപോലെ തന്നെ അറ്റ്, അങ്ങനെ എന്തെങ്കിലും കൂടെ ഉള്ള വാക്കുകളും കൂടി ചേർത്തിട്ട് എപ്പോഴും പാസ്വേഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളെപ്പോഴും രജിസ്റ്റർ കൊടുക്കുമ്പോൾ 2 പ്രാവശ്യം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇദ്ദേഹത്തിൻ്റെ ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയുടെ പേര്, അദ്ദേഹത്തിൻ്റെ ലോഗിൻ ID, അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ID, അദ്ദേഹത്തെ റെഫർ ചെയ്ത വ്യക്തിയുടെ റെഫറൽ ID, ഒപ്പം തന്നെ ഈ സഹീർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വാലറ്റ് അഡ്രസ്സ് കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്
ഇദ്ദേഹത്തിൻ്റെ മെയിലിലേക്ക് ഇദ്ദേഹത്തിൻ്റെ യൂസർ ഐ ഡിയും വാലറ്റ് ഐ ഡിയും ഒപ്പം തന്നെ പാസ്വേഡും കൂടെ അദ്ദേഹത്തിൻ്റെ മെയിലിലേക്കും കൂടെ കിട്ടും. ഓക്കെ, ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഒരു വാലറ്റ് അഡ്രസ് കാണും അല്ലേ, 240C. അതേ വാലറ്റ് അഡ്രസ് തന്നെയാണ് ഇവിടെ ക്യാപ്ചർ ആയിരിക്കുന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത വാലറ്റ് വഴി മാത്രമേ ഈ ഐ ഡിയിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കൂ. ഇനി നമുക്ക് താഴത്തെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലോഗിൻ പേജിൽ യൂസർ ഐ ഡി കൊടുക്കുന്നു, പാസ്വേഡ് കൊണ്ട് കൊടുക്കുന്നു. അതിനുശേഷം താഴെ ലോഗിൻ കൊടുക്കുന്നു. ഇത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ക്യാപ്ചർ ആയിരിക്കണം. ഇൻ കേസ് വാലറ്റ് അഡ്രസ്സ് ക്യാപ്ചർ ആയിട്ടില്ലെങ്കിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് റീലോഡ് കൊടുത്താലും വാലറ്റ് വരുന്നതായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഏതൊക്കെ സമയത്താണ് വാലറ്റ് വരാത്ത, ഇവൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പോലും വാലറ്റ് വന്നിട്ടില്ലെങ്കിൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് റീലോഡ് കൊടുത്താൽ മതിയാകും. ലോഗിൻ കൊടുക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേജ് ലോഗിനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് രജിസ്ട്രേഷന് വേണ്ടത്. ഇനി അദ്ദേഹത്തിന് സ്റ്റേക്ക് ചെയ്യേണ്ടത് സ്റ്റേക്ക് നൗ കൊടുക്കുക. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു $100 സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ $100 ടൈപ്പ് ചെയ്യുക, താഴെ കാണുന്ന സ്റ്റേക്ക് കൊടുക്കുക. ഇതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ചെയ്യേണ്ട കാര്യപ്രകാരമാണ്, നിങ്ങൾ ഫസ്റ്റത്തെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് USC എന്ന് കാണാം. നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണ് ചെയ്യുന്നതിന്, ദാറ്റ് മീൻസ് യുബിറ്റ്കോയിൻ റണ്ണ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഗ്യാസ് ഫീ ആണ് USC. ഇല്ലാത്തവർ USC മേടിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളും USC മേടിക്കണം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് USC മേടിക്കേണ്ട URL കൂടെ കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആരാണ് ഈ ബിസിനസ്സിലേക്ക് അഫിലിയേറ്റ് ചെയ്തത് അവരോട് നിങ്ങൾക്ക് USC അയച്ചു തരാണ്ട് പറയാം. ഇനി അതിൻ്റെ താഴെ നമുക്ക് യുബിറ്റ്കോയിൻ ഇമ്പോർട്ട് ചെയ്യണം. ഇത് 1 ഡേ മാത്രം ചെയ്യണ്ടു. യുബിറ്റ്കോയിൻ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ യുബിറ്റ്കോയിൻ്റെ കോൺടാക്ട് അഡ്രസ് വേണം. അത് ഇല്ലാത്തവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. എങ്കിലും ഞാനൊന്ന് ആഡ് ചെയ്തും കൂടെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെ കാണുന്ന ഇമ്പോർട്ട് ടോക്കണിൽ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ടോക്കൺ അഡ്രസ്സ് എടുക്കണം. ഓക്കെ, ഈ 394 വരുന്നതാണ് നമ്മുടെ കോൺടാക്ട് അഡ്രസ്സ് വരുന്നത്. അതൊന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഈ പേസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാം ടോക്കൺ സിമ്പിൾ ഓട്ടോമാറ്റിക്കായിട്ട് യുബിറ്റ് എന്ന് വരും, ടോക്കൺ ഡെസിമൽ ഓട്ടോമാറ്റിക്കായിട്ട് 18 വരും. ഇമ്പോർട്ട് കൊടുക്കും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ യുബിറ്റ് കോയിനോട് വന്നിട്ടുണ്ട്. ഇനി USC നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ അതും യുബിറ്റ് കോയിൻ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ അത് രണ്ടും ഈ സ്റ്റേക്ക് ചെയ്യുന്ന കോളത്തിലേക്ക് അവൈലബിളിൻ്റെ അവിടെ വരും. ഞാനിത് എൻട്രി ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരാത്തത്. ഇവിടെ നിങ്ങൾ ഇത് രണ്ടും ലോഡ് ചെയ്താൽ ഇത് രണ്ടും വരും. അത് വന്നതിന് ശേഷം, ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് സ്റ്റേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിലുള്ള ലൈവ് റേറ്റാണ് എടുക്കുന്നത്. ഓക്കെ, സോ എക്സ്ചേഞ്ച് റേറ്റ് മാറിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഡോളറിലുള്ള ഒരു വാല്യൂ സ്റ്റേക്ക് ചെയ്യുമ്പോൾ ആ സമയത്തുള്ള എക്സ്ചേഞ്ച് റേറ്റാണ് എടുക്കുക. ഓക്കെ, വേറെ ഒന്നും ഇല്ലയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.